എന്താ ഇൻഷുറൻസ് കമ്പനിക്കാർ നിങ്ങൾക്ക് പൈസ തന്ന കാര്യങ്ങൾ സെറ്റിൽ ചെയ്തോ, അതോ ഇൻഷുറൻസ് കമ്പനിക്കാരുടെ ഭീഷണിക്ക് മുമ്പിൽ നിങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് കാശ് മേടിച്ച് നിങ്ങൾ വിവരങ്ങളൊന്നും അറിയിക്കാണ്ട് മൂടി വെക്കുകയാണോ? ഏതാണ് നല്ല ഇൻഷുറൻസ് കമ്പനി എന്നുള്ളത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാനായിട്ട് നാണമാവില്ല. നിങ്ങൾ ഈ പണിയൊക്കെ ഉപേക്ഷിച്ച് വേറെ വല്ല ജോലിക്ക് പോകും. കാരണം എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് സമീർ അലി. ഇതിന് മുമ്പ് നമ്മൾ ഇൻഷുറൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ടാറ്റ AIG കമ്പനിയും എൻ്റെ ഇൻഷുറൻസ് നിരസിച്ചതിൽ പനി വന്ന് അഡ്മിറ്റായിരുന്നു. അപ്പോൾ വലിയ 50 ലക്ഷം രൂപയുടെ കവറേജുള്ള പോളിസിയൊക്കെ ആയിരുന്നു. പക്ഷേ 2 വർഷം എത്തിയിട്ടും നമുക്ക് പനിയൊക്കെ വന്ന് അഡ്മിറ്റായപ്പോൾ അതിൽ നമുക്ക് ആ ഒരു കമ്പനി ക്ലെയിം തന്നില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള 3 വീഡിയോസ് ഇതിന് മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടാലൊക്കെ ഒന്ന് ചോദിക്കും, എന്താ ഇൻഷുറൻസ് കമ്പനിക്കാർ നിങ്ങൾക്ക് പൈസ തന്ന കാര്യങ്ങൾ സെറ്റിൽ ചെയ്തോ, അതോ ഇൻഷുറൻസ് കമ്പനിക്കാരുടെ ഭീഷണിക്ക് മുമ്പിൽ നിങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് കാശ് മേടിച്ച് നിങ്ങൾ വിവരങ്ങളൊന്നും അറിയിക്കാണ്ട് മൂടി വെക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ പ്രിയ പ്രേക്ഷകരോട് എൻ്റെ അനുഭവം ബാക്കി ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 4ാമത്തെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോയിലൂടെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു കമ്പനി ഇടപെട്ടിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നടപടി സ്വീകരിക്കും, നമ്മുടെ വിഷയങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ വീഡിയോ വന്നതിന് ശേഷം കമ്പനിയിൽ നിന്ന് 4 പേര് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ പോളിസി ചേർത്ത ചങ്ങാതി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സീനിയറായിട്ടുള്ളവരും കേരള ഹെഡും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഏതാണ്ട് 1-1.5-2 മണിക്കൂറോളം ഇവിടെ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം അവരറിയിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമ്മളും അവർക്കൊരു സമയം കൊടുത്തിരുന്നു. ഇപ്പോൾ ഒക്ടോബർ 15-ാം തീയതി 7-ാം തീയതി ആയിരുന്നു അവരായിട്ടുള്ള മീറ്റിംഗ്. 15-ാം തീയതി വരെ ടൈം കൊടുത്തു. അതിനുള്ളിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് വെച്ചിട്ട് 15 നിലവിലെല്ലാം സോൾവ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ 15-ാം തീയതി അവർ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കമ്പനീനെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം നമ്മൾ പറയണ പോലെയല്ല, വലിയ കമ്പനികളാകുമ്പോൾ അവരുടെ പ്രൊസീജിയറുകളൊക്കെ എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ 15 എന്നുള്ളത് ഞാൻ വീണ്ടും ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്ത്, പക്ഷേ നടപടി ആകുന്നില്ല. അതിൻ്റെ പേരിൽ ഇനിയുള്ള കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ തന്നെയാണ്. തീർച്ചയായിട്ടും ടാറ്റ AIG ഇൻഷുറൻസ് കമ്പനി നമ്മുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തന്നില്ല. അറിയാത്തവർ ഇതൊക്കെ മുമ്പുള്ള വീഡിയോകളിൽ ഒന്ന് കാണട്ടെ. ഇൻഷുറൻസ് ആയിട്ടുള്ള വിഷയങ്ങൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോൾവ് ചെയ്ത് തന്നില്ല, അവർ സോൾവ് ചെയ്യാനുള്ള പരിപാടികളും ഇല്ല എന്ന് വേണം കരുതാൻ എൻ്റെ കാര്യത്തിൽ കേട്ടോ, ബാക്കിയുള്ളവരുടെ കാര്യത്തിലല്ല. അപ്പോൾ ഞാൻ ഒട്ടും ടാറ്റ AIGയുടെ സർവീസിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഇത്ര വലിയ പോളിസി 50,000-ലധികം, എനിക്ക് തോന്നുന്നു 70,000 സംതിങ് അടുത്തങ്ങോട്ട് അടച്ചിട്ടുണ്ട് പോളിസിയുടെ ആ എമൗണ്ടുകൾ. അപ്പോൾ അടച്ചിട്ടൊക്കെ അവർ ഇത്രയും സിമ്പിളായിട്ട് അത് നിരസിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതൃപ്തനാണ്. ആ വീഡിയോകളുടെ പിന്നിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് കമൻറ്റ് ഇട്ടിരുന്നു ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട്. യഥാർത്ഥത്തിലും ആ 3 വീഡിയോകളുടെയും കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇൻഷുറൻസ് കമ്പനിക്കാർ നിലവിൽ ചെയ്യുന്ന തട്ടിപ്പുകളെ കുറിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ മോശം അനുഭവങ്ങൾ. ഇന്ന കമ്പനി എന്ന് പറയുന്നില്ല. ഇപ്പം എനിക്ക് ദുരനുഭവം നേരിട്ടത് ടാറ്റ AIG കമ്പനിയിൽ നിന്നായതിനാൽ നമ്മൾ ബാക്കി തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലെനിക്ക് വേദനിപ്പിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അനുഭവം വന്നിട്ട് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്ക് ക്യാമറയുടെ മുമ്പിൽ പറയുമ്പോൾ അത് ജനങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ട് ഒരുപാട് 100 ആയിരക്കണക്കിന് ആൾക്കാരാണ് കമൻറ്റ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടുമിക്ക കമ്പനികളിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടതായിട്ടൊക്കെ ആ കമൻറ്റ് സെക്ഷൻ വായിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞു, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ തന്നെ. ഇതിനകത്ത് സന്തോഷം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, ഇതേ വിഷയം എന്നെപ്പോലെ തന്നെ കൂർക്കമ്മല്ലി, സ്ലീപ്പ് അപ്നിയയുടെ പേരും പറഞ്ഞ് ഈ പനിക്കും മറ്റ് അസുഖങ്ങൾക്കൊക്കെ ഇവർ റിജക്റ്റ് ചെയ്തില്ല, ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്തില്ല. അതൊക്കെ ഓംബുഡ്സ്മാൻ വഴിയും കൺസ്യൂമർ കോർട്ട് വഴിയൊക്കെ പോയിട്ട് ആൾക്കാർക്ക് ക്ലെയിം കിട്ടിയതായിട്ടുള്ളതും വിധി പകർപ്പുകളൊക്കെ പലരും നമുക്ക് അയച്ചു തന്നിരുന്നു. ഒരുപാട് പേര് ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിരുന്നു. ഒപ്പം തന്നെ മറ്റു പല കമ്പനികളെയും പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടും ഒത്തിരി ഇത് വന്ന് നമ്മളാരും അങ്ങനെ ഒരു കമ്പനീനെ പ്രൊമോട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം. ഞാൻ യാത്ര ചെയ്യുന്ന കാഴ്ചകളും ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളും മാത്രം കണ്ടാൽ പോരല്ലോ. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ നിങ്ങൾ അറിയണ്ടേ, കാണണ്ടേ. ഒരു പക്ഷെ നിങ്ങൾക്കതൊരു എന്താ പറയുക, ഒരു കണ്ണ് തുറക്കുക, എന്താ പറയുക, നിങ്ങൾക്കതൊരു നാളെ നിങ്ങളുടെ അനുഭവത്തിൽ വരാതെ നോക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ
തമാശയെ കൂടി പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, നമ്മുടെ വീട്ടിൽ മിക്സിയോ അതുപോലെ വാഷിംഗ് മെഷീനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല എന്ന് വേണം കരുതാൻ. തമാശയായിട്ട് പറയണതാണെങ്കിലും നാളെ അങ്ങനെ ആയിക്കൂടായില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മിക്സി യൂസ് ചെയ്യണത് എന്തിനാണ്? നമുക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നാളെ ഇൻഷുറൻസ് കമ്പനിയാണ് നിങ്ങളുടെ വീട്ടിൽ മിക്സി ഉണ്ടെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്താലോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് കൈക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് അത്തരത്തിലാണ് എൻ്റെ ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞത്. ആക്ച്വലി ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതിന് ശേഷമൊന്നും ഞാൻ മേടിച്ച് വെച്ചതൊന്നല്ലായിരുന്നു സുഹൃത്തുക്കളെ. എൻ്റെ പിതാവ് അദ്ദേഹം 8 വർഷം മുമ്പ് മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിനൊരു ഇതിൻ്റെ ഒരു ഡിവൈസ് മേടിക്കാനായിട്ട് ആ കമ്പനിക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്രൂവലൊക്കെ വരുന്ന സമയമായപ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കമ്പനിയിൽ ആയിട്ട് നമ്മൾ നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നു, അതിൻ്റെ സെയിൽസിൻ്റെ ആൾക്കാരും ഒക്കെ ആയിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ റെക്കമെൻഡ് ചെയ്തതാണ്, നിങ്ങൾക്ക് കൂർക്കമലിയൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് പ്രകാരം പോയി ഡോക്ടറെ കണ്ടതും വെച്ചതൊക്കെയാണ് അത്. അപ്പോൾ കൂർക്കമല്ലിയുടെ ശബ്ദം ഉണ്ടാവില്ല, പിന്നെ നമ്മൾ കുറച്ചും കൂടി ഫ്രഷ് ആയിരിക്കും എന്ന് വെച്ചിട്ട് ആ മെഷീൻ ഇല്ല എന്ന് വെച്ചിട്ട് നമ്മൾ നാളെ മരിച്ചു പോകുന്നു അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അപ്പോൾ ഇവർ പറയുന്ന കാര്യം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് അറിയിച്ചില്ല എന്ന്. എന്ത് ഈ പനിയൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ ആ ഡിവൈസ് നമുക്കറിയില്ല എത്തരം സംഭവങ്ങളെ കുറിച്ചിട്ടൊന്നും. അതുപോലെ തന്നെ ഞാനിതൊന്നും മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഇൻഷുറൻസിൽ നിങ്ങളൊന്നും കൂടിയും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്, നിങ്ങൾ ഏത് കമ്പനികളുടെ ആയിരുന്നാലും. കാരണം ഇൻഷുറൻസ് കമ്പനി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വഴി കണ്ടെത്താൻ നോക്കുമെന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാനതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. ഇൻഷുറൻസ് കമ്പനിക്കാർ നമുക്ക് ക്ലെയിം തരാതിരിക്കാനായിട്ട് ഏതറ്റം വരെ നോക്കുന്നുള്ളതാണത്. എൻ്റെ വിഷയം ഇപ്പോൾ കമ്പനിയുടെ ആൾക്കാർ വന്നപ്പോൾ പോലും അവർക്ക് ബോധ്യപ്പെട്ടതാണ്. കാരണം പനിയും ചുമയും ചെക്ക് ചെയ്തപ്പോൾ കൊറോണ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത്, അതും കൂർക്കമലിയായിട്ട് എന്ത് ബന്ധം? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചികിത്സക്കാണെങ്കിൽ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻഷുറൻസ് കമ്പനി, ഇത് നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാനായിട്ട് ഏതറ്റം വരെയും പോകും. എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തും. തരണ്ടാന്ന് തീരുമാനിച്ച് അവർക്ക് തരാതിരിക്കാനും പറ്റും. അപ്പോൾ അത് തന്നെയാണ്, അതിനാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങളും കോടതികളും എല്ലാം ഉള്ളത്. അപ്പോൾ ഇത് കാണുന്ന പ്രിയ പ്രേക്ഷകർ അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോ വന്ന സമയത്ത് കമ്പനിയുടെ വശത്തുണ്ടായിരുന്ന ഭീഷണിയുടെ ഒരു ലേഡിയുടെ ഞാനത് ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറൊരു ചങ്ങാതി ദുബായിലും നാട്ടിലൊക്കെ ആയിട്ട് ഇരുന്നിട്ട് വലിയ ഏജൻ്റാണ് പോലും. അദ്ദേഹം ഇതിനെ ഹാരി സമീർ അലിക്ക് മറ്റ് അസുഖം ഈ അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാദിച്ച് അദ്ദേഹത്തിൻ്റെ വാദം ജയിക്കലുണ്ടായിരുന്നു. നാണമാവില്ല സുഹൃത്തെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, കണ്ടവർക്ക് അറിയാൻ പറ്റും. നാണമാവില്ല. നിങ്ങൾ ഈ പണിയൊക്കെ ഉപേക്ഷിച്ച് വേറെ വല്ല ജോലിക്ക് പോകും. കാരണം ഒരാൾ, നിങ്ങളുടെ ഒരു കസ്റ്റമർ ഒരു കംപ്ലൈൻറ്റ് പറയുമ്പോൾ ആ കംപ്ലൈൻറ്റ് പരിഹരിക്കാനുള്ള വഴിയെ നോക്കേണ്ടത്. അല്ലാണ്ട് അതിന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് ഇനി അതിന് വേണ്ടിയിട്ട് എക്സ്പ്ലനേഷൻ തന്നുകൊണ്ട് അയാളെ ആ കംപ്ലൈൻറ്റ് പറഞ്ഞ ആളെ ചവിട്ടി താഴ്ത്തുകയല്ല വേണ്ടത് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഒരു ഇൻഷുറൻസ് ഏജൻ്റ് എന്നുള്ള നിലക്ക് വർക്ക് ചെയ്യുക നിങ്ങൾ അർഹനല്ല എന്ന് തീർത്ത് പറയുന്നു. നിങ്ങളിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തവരൊക്കെ ഹതഭാഗ്യം തന്നെ പറയുള്ളത്, പറയാതിരിക്കാൻ വഴിയില്ല. പേരൊന്നും പറയുന്നില്ല, ബാക്കി വഴിയെ പറയാം. ഓക്കെ, കണ്ടവർക്ക് അറിയാൻ പറ്റും. ഒരു ചങ്ങാതി ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ കാര്യം മനസ്സിലാക്കുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ആ യാഥാർത്ഥ്യത്തിനാണ് നമ്മൾ അതിലേക്കാണ് വരേണ്ടത്, അല്ലാണ്ട് ഒട്ടും ശരിയല്ല. നമ്മളെ പോളിസി എടുപ്പിക്കാനായിട്ട് എല്ലാ ഏജന്റുമാർക്കും ഭയങ്കര താല്പര്യമാണ്. ഒരു ബുദ്ധിമുട്ട് പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്ലെയിമിലേക്ക് വരുമ്പോൾ ഇവരെ അഡ്രസ്സ് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ നമുക്കെതിരാവുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ കാര്യത്തിൽ കണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഏജന്റുമാരെ കണ്ടെത്തുക, ഒറ്റപ്പെടുത്തുക, അത് നമുക്കത് അനിവാര്യമാണ് കേട്ടോ. നമ്മുടെ പൈസ എങ്ങനെയെങ്കിലും മേടിച്ച് ഒരു പോളിസി ചേർക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഉഷാറാണ്. കാരണം അവർക്ക് ഒരുപാട് കമ്മീഷനുകളും കാര്യങ്ങളുണ്ട്. ഇത് പറയുമ്പോൾ ഇത് കാണുന്ന ഒരുപാട് നല്ല ഇൻഷുറൻസ് ഏജന്റുമാരുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല, ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയാനാണ് പറയുന്നത്. അല്ലാതെ എല്ലാ ഇൻഷുറൻസ് ഏജന്റുമാരും മോശം എന്നല്ല പറയണത്. എൻ്റെ പിതാവും കുറേ നാൾ ഇൻഷുറൻസിൽ LICയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നതാണ്. ആ കമ്മീഷനുകൾ കൊണ്ട് ഞങ്ങൾ ജീവിച്ചതാണ്. ഒരിക്കലും നമുക്കതിനെ തള്ളി പറയാൻ പറ്റില്ല. പക്ഷേ നല്ല സേവനം കൊടുക്കാൻ സാധിച്ചിരുന്നു, അത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇനിയും പുതിയ ഇൻഷുറൻസൊക്കെ ചേരുന്ന സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് പറയുക.
ഇനിയിപ്പോൾ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മിക്സിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, എന്ന് വെച്ചിട്ട് ഭാര്യയ്ക്കോ ഞങ്ങൾക്ക് കൈക്കൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞേക്ക്. കാരണം അത്തരത്തിലാണ് എൻ്റെ കാര്യത്തിലുള്ള അനുഭവം ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഈ ഏജൻറ്റുമാർ എങ്ങനെയെങ്കിലും പോളിസിയിലേക്ക് നമ്മൾ ഉൾപ്പെടുത്താനും നോക്കുക. അപ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ ഹൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളത് ഉറപ്പ് വരുത്തണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളും പ്രീ എക്സിസ്റ്റിങ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സർജറീസോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലാതെ നമ്മളിൽ നിന്ന് പൈസ കൊടുത്തതിന് ശേഷം നമ്മൾ നാളെ ഇപ്പം ഞാൻ തന്നെ 2 കൊല്ലം എത്തിയപ്പോഴാണ് ഞാനൊരു ക്ലെയിമിന് പോയത്. ആ സമയത്താണ് അവർ നിരസിച്ചത്. അപ്പം നമ്മൾ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെന്നുള്ള വലിയ പ്രതീക്ഷയിലിരിക്കും. നാളെ നമുക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇവർ കൈമലർത്ത ഓരോ റീസൺസ് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ പാർട്ട് എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കാനായിട്ട് നോക്കാം. ഒരു തരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും മറച്ച് വെക്കരുത്. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനത്തെ ഒരു മറച്ച് വെച്ചതല്ല. പക്ഷേ നമുക്കത് അറിയില്ല. ഒരു കൂർക്കവലി എന്നുള്ളത് ഇത്രയും വലിയ ക്ലെയിം റിജക്റ്റ് ചെയ്യാനുള്ള സംഭവമാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ഇനി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വരാനുള്ള ഏജൻറ്റുമാർ വരും, അതിനുള്ള മറുപടി തരാം. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഷുറൻസ് ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ഇൻഷുറൻസ് ഇപ്പോൾ ഞാനിപ്പോൾ മെഡിക്ലെയിമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ നിലക്കുള്ള ഇൻഷുറൻസുകളൊക്കെ നല്ലത് തന്നെയാണ്. നമുക്കതൊരു ധൈര്യമാണ്, സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ച ആളാണ്. ഞാൻ പറഞ്ഞില്ല, മുമ്പ് ആദിത്യ ബിർളയായിരുന്നു, ഇപ്പോഴും ആദിത്യ ബിർളയിലുണ്ട്. അന്ന് 10 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഉള്ളപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത് 10 ലക്ഷം ഇനഫ് അല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഞാനും വൈഫും കൊറോണ ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തന്നെ 5 ലക്ഷം അതിൽ നിന്ന് ബില്ല് വന്നപ്പോൾ നമ്മൾ ഉറപ്പിച്ച്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധ്യത, നമ്മുടെ നടുവൊടിക്കുന്ന പരിപാടിയാണ്. ആശുപത്രി ചിലവുകൾ എന്ന് പറഞ്ഞിട്ടാണ് 50 ലക്ഷത്തിൻ്റെ പോളിസിയിലേക്ക് വേണ്ടി ഈ ടാറ്റ ഏജിലേക്ക് വന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി ഉണ്ടായിരിക്കാൻ മറ്റൊന്നിലേക്ക് പോയത് എന്നതിനുള്ള ഉത്തരവാണ് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. എൻ്റെയും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് ഞാൻ അറിയിക്കും. ഞാൻ ആഗ്രഹിച്ചത്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇങ്ങനൊരു വിഷമങ്ങൾ നിങ്ങളോട് തുറന്നു പറയുമ്പോൾ ആഗ്രഹിച്ചത്, ഇൻഷുറൻസ് കമ്പനി അതിൽ ബോധ്യപ്പെട്ടതിന് ശേഷം, കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം ഓക്കെ നിങ്ങളുടെ ആ എമൗണ്ട് ഏതാണ്ട് 67,000 സംതിങ് കണ്ടിട്ടുണ്ട്, 63 67 ഒന്ന് നോക്കണം, ഞാൻ വിട്ടുപോയി ഇവിടെ. ആ എമൗണ്ട് നിങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് തരുന്നു, നിങ്ങളുടെ പോളിസിയിൽ നിങ്ങൾ തുടരുക എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുമെന്നാണ് കരുതിയത്. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ഒരു അനുഭവം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും അതൊരു ഇൻഷുറൻസ് എടുക്കാനും കൂടിയും കൂടുതൽ താല്പര്യം തോന്നുന്ന രീതിയിൽ വരണമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അവർക്ക് നമ്മുടെ പൈസ കിട്ടിക്കഴിഞ്ഞു. ഓൾറെഡി 2 വർഷം എത്തിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നല്ല ലക്ഷക്കണക്കിന് രൂപ എന്ന് തന്നെ പറയാമല്ലോ. കാരണം 70,000 67,000 സംതിങ് കണ്ടാണ് പോളിസിയായിട്ട് മേടിച്ചത്. 2 പ്രാവശ്യം ആകുമ്പോൾ തന്നെ 1,20,000 സംതിങ് അടുത്ത് വന്നിട്ടുണ്ട്. ആ പൈസ കിട്ടിക്കഴിഞ്ഞു. നമ്മളെ ഇൻഷുറൻസിൽ നിന്ന് നമ്മളെ റിജക്റ്റ് ചെയ്ത് പുറത്താക്കി. ആ പൈസ അവരുടെ ലാഭം. 1 ലക്ഷത്തിൽ പരം ലാഭം എന്ന് പറഞ്ഞാലും അങ്ങനെ ആയിരക്കണക്കിന് പേരല്ലേ, അല്ലെങ്കിൽ 10,000 പേരല്ലേ ഇതുപോലെ ഇതിൽ നിന്ന് തട്ടിക്കളയണത്. എന്താണ് വരുമാനം? എത്രമാത്രം പരസ്യം ചെയ്താലും എന്താ അല്ലേ? അപ്പോൾ വിഷമിക്കണവരെന്ന് വിഷമം തന്നെ ആയിരിക്കും. പ്രതികരിക്കാൻ പറ്റുന്നവർ പ്രതികരിക്കുക, മിണ്ടാതിരിക്കരുത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങളുണ്ട്, അതിനകത്ത് എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ സപ്പോർട്ടായിട്ട് വന്ന ഒരുപാട് പേര് ഇത്തരത്തിൽ നിയമത്തിലൂടെ വിജയം നേടിയവരാണ്. തീർച്ചയായിട്ടും ആ വിജയം എനിക്കും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് പേർക്ക് ഗുണകരമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ചോദിക്കും ഏതാണ് നല്ല ഇൻഷുറൻസ് കമ്പനി എന്നുള്ളത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന കമ്പനി നല്ലത് എന്ന് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ കമൻറ്റുകൾ വായിച്ചപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് കാണാൻ പറ്റി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതുവരെയും എൻ്റെ ആദിത്യ ബിർളയുടെ ഇൻഷുറൻസ് ഇതുവരെയും റിജക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ അനുഭവത്തിൽ കോവിഡ്, അതുപോലെ മകനൊരു ബൈക്ക് ആക്സിഡൻറ്റ്, മകൾക്കൊരു സർജറി, എനിക്കൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ 50% ആയുർവേദത്തിൽ കിടന്നിട്ട് റീഇംബേഴ്സ് ചെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പനിയും ഒക്കെ ആയിട്ട് വന്ന സമയത്ത് ചെയ്ത് അങ്ങനെ 5 ക്ലെയിമുകളാണ് കേട്ടോ എനിക്ക് ആദിത്യ ബിർള
ഒരു ഡിലേയും ഇല്ലാതെ എനിക്ക് ക്ലെയിം സെറ്റിൽ ചെയ്ത് തന്നത്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ കോവിഡിൻ്റെ 5 ലക്ഷം രൂപയുടെ ബില്ല് വന്നിട്ട് 4.5 ലക്ഷം രൂപയോളം. മകൻ്റെ സർജറിയും കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു 1.25 ലക്ഷം രൂപ. മകൾക്ക് വന്നിട്ടുണ്ട് അത്രയും 1 ലക്ഷം രൂപയോളം അടുത്ത്, 1 ലക്ഷം ഒന്നും അടുത്ത്. പിന്നെ എൻ്റെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് 1 ലക്ഷത്തി ചില്ലാൻ ബില്ല് വന്നതിൽ അതിൻ്റെ പകുതി അവർ തന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡായപ്പോൾ അതും എല്ലാം തന്നിരുന്നു. അപ്പോൾ ഇതാണ് ആദിത്യ ബിർളയെ പറ്റി എൻ്റെ അനുഭവം. ഞാനിത് പറയുമ്പോൾ ഞാൻ ആദിത്യ ബിർളയെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോയിൽ എൻ്റെ അനുഭവം പറഞ്ഞതാണ്. അപ്പോൾ ഏതാണ് നല്ല ഇൻഷുറൻസ് എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കുക. അതുപോലെ നല്ല ഏജൻറ്റുമാരിൽ നിന്ന് എടുക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഏജൻറ്റുമാരായിരിക്കണം. എങ്ങനെയെങ്കിലും ആ ഒരു പോളിസിയിലേക്ക് പെടുത്തി ഒരു കമ്മീഷൻ എടുത്ത് മാറുന്ന ഏജൻറ്റുമാരിലേക്ക് പോകാതെ ഇത്തിരി ആത്മാർത്ഥതയും സത്യസന്ധതയൊക്കെയുള്ള ഏജൻറ്റുമാരാവുക. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് നമ്മളിത് പറയുമ്പോഴേക്കും അടുത്ത ദിവസം വന്നിട്ട് ഈ നെഗറ്റീവ് പറയുന്ന മനുഷ്യത്വമില്ലാത്ത വളരെ കാശിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ അധപതിച്ച ഏജൻറ്റുമാരിൽ നിന്ന് പോളിസികൾ എടുക്കാതിരിക്കുക. നല്ലവരായിട്ടുള്ള നല്ല ഏജൻറ്റുമാർ ചേട്ടന്മാരായിട്ടും ചേച്ചിമാരെക്കാട്ടും ധാരാളമുണ്ട്. എൻ്റെ സൗഹൃദ വലയത്തിലൊക്കെ തന്നെ ധാരാളമുണ്ട്. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള നല്ല മനുഷ്യരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക. അത് അവർക്കൊരു സപ്പോർട്ടാണ്, നമുക്കൊരു സപ്പോർട്ടാണ്. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ബൈ. അതിൻ്റെ ഇടയിൽ നമ്മുടെ യാത്രാ വീഡിയോസും ഭക്ഷണ വീഡിയോസൊക്കെ വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ. നിങ്ങൾക്കും ലോകത്ത് എല്ലായിടും നല്ല രീതിയിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് അറിവുകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. 1 മില്യൺ യാത്രയിലാണ്. എല്ലാവരും കൂടി ഉണ്ടാവണം കേട്ടോ. ഓക്കെ. അപ്പോൾ